ദോശമാവ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിക്കോളിട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ദോശമാവ് പിന്നെ ബാക്കി തന്നെ വെക്കും. അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ദോശമാവാണ് എടുത്തിട്ടുള്ളത്. രാവിലെ ചുട്ടീൻ്റെ ബാക്കിയുള്ള ദോശമാവാണ്. ഇതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. സവാള പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ബീഫാണ്. കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തതാണ്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണ്ടത് ക്രഷ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഇട്ടെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പം നമുക്ക് ദോശ ചുട്ടെടുക്കണം. ഈ സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ദോശച്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് ചുട്ടെടുക്കാം. ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി മസാലക്കൂട്ട് വെച്ചൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ വേണ്ട മടക്കിയെടുക്കാൻ. നമ്മൾ ദോശ ചുട്ട ഉടനെ തന്നെ മടക്കിയെടുക്കണം. കുറഞ്ഞ ചൂടോടെ തന്നെ മടക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിച്ച് നിന്നോളും.
ഇനി നമ്മൾ മടക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മളിത് മൈദയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രബ്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാനിവിടെ മൈദ കലക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ അത് കലക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലൊന്ന് മുക്കിയെടുക്കാം. ഇനി ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാതും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം. ചെറിയ ചട്ടി ആയതുകൊണ്ട് തന്നെ രണ്ടെണ്ണം വെച്ചാട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പാത്രത്തിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് ഇട്ടുകൊടുക്കാം. പിന്നെ ഇത് മറിച്ചിട്ടെടുക്കാനുള്ള സ്പേസും കൂടെ വേണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ദോശമാവ് കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.